ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം. റോമാലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന മനോഹരമായ ഒരു കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൗദാശിക ജീവിതത്തോട് ചേർത്ത് ഈ തിരുവചനത്തെ ഒരു പ്രാക്ടിക്കലായിട്ടൊന്ന് വ്യാഖ്യാനിക്കുകയാണ്. എൻ്റെ തിയോളജിക്കലായിട്ടൊന്നും നിങ്ങൾ എടുക്കരുത്, പക്ഷേ ഇത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു കാര്യം. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വചനം പറയുകയാണ്, നീ നിയമം അനുസരിക്കുന്നവനാണെങ്കിൽ പരിച്ഛേദനം അർത്ഥവത്താണ്, നിയമം ലംഘിക്കുന്നവനാണെങ്കിലോ നിന്റെ പരിച്ഛേദനമല്ലാതായിത്തീരുന്നു. ഈ പരിച്ഛേദനത്തെ മാമോദിസായോടോ അല്ലെങ്കിൽ നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തോടോ സ്ഥൈര്യലംബനത്തോടോ ബലിജീവിതത്തോടോ ചേർത്ത് വെച്ച് നമുക്കൊന്ന് ചിന്തിച്ചാൽ, നീ നിയമം അനുസരിക്കുന്നവനാണെങ്കിൽ, നീ ക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുന്നുണ്ടെങ്കിൽ, നീ ക്രിസ്തു സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ ഈ കൗദാശിക ജീവിതത്തിന് ബലിയർപ്പണത്തിന് പ്രാധാന്യമുണ്ട്. അതല്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നത്ര ശക്തമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുക. വീണ്ടും പറയുകയാണ്, ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ, ആന്തരികമായി ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ആന്തരികമായ പരിച്ഛേദനം നടത്തുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. അപ്പോൾ ബാഹ്യമായ ഒരു ഞാൻ മാമോദിസ സ്വീകരിച്ച വ്യക്തിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ പള്ളിയിൽ പോകുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല യഥാർത്ഥത്തിലുള്ളൊരു ക്രിസ്ത്യാനി. യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനിയുടെ പ്രത്യേകത എന്താണ്? അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടാണ് ആ ജ്ഞാനസ്നാനം അവനെ താരതമ്യപ്പെടുത്തുന്നത്. ക്രിസ്തുവിനോടുകൂടി പാപത്തിന് മരിച്ച് ക്രിസ്തുവിൻ്റെ ജീവനിൽ ഉത്ഥാനം ചെയ്യുന്ന ഒരു വ്യക്തിയായി നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മുടെ ജീവിതങ്ങളെ ആഴത്തിൽ പുനഃപരിശോധിക്കേണ്ട അതിമനോഹരമായ ഒരു വചനമാണ്. നമ്മുടെ ജീവിതം കൂടുതൽ നിറവുള്ളതായി മാറണം, നമ്മുടെ ജീവിതം സമർപ്പണം അതിന് കൂടുതൽ ആഴമുള്ളതായി മാറണം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷേ ആ ആഴമേറിയ ഒരു സമർപ്പണത്തിലേക്ക് നമ്മളെ നയിക്കാൻ എന്താണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത്? ആ ആഴമേറിയ സമർപ്പണം ചെയ്യാൻ എന്ത് ത്യാഗമെടുക്കാനാണ് നമുക്ക് മടിയുള്ളത്? ആ ആഴമേറിയ സമർപ്പണത്തിൽ നിന്ന് നമ്മളെ അകറ്റി മാറ്റുന്ന വ്യഗ്രചിന്തകൾ, ലോകത്തിൻ്റെ ചിന്തകൾ എന്താണ്? അത് കണ്ടെത്തി അതിന് ഒരു വില കൊടുക്കാൻ സാധിച്ചാൽ ഈ പരിശുദ്ധമായ വചനം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിറവേറും. വീണ്ടും സെന്റ് പോൾ പറയുകയാണ്, ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥമായ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടോ? ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കുന്ന ഒരു കൗദാശിക ജീവിതം നമുക്കുണ്ടോ? ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഉടമയായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? തീർച്ചയായും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാൽ, പരിശുദ്ധാത്മ ശക്തിയിൽ ആശ്രയിച്ചാൽ ഈ പരിശുദ്ധ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അഞ്ചപ്പം ശ്രവിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും ഈ ആഴമേറിയ ഹൃദയ പരിച്ഛേദനം നടക്കട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.